സത്യോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ. ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1199 ആണ്ട്, ധനുമാസം 11-ാം തീയതി, 2021 ഡിസംബർ മാസം 27-ാം തീയതി ബുധനാഴ്ച. ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങളിലേക്ക് കടക്കാം. വവ്വാൽ വീട്ടിൽ കൂടുകൂട്ടിയാൽ വീടിന് വലിയ ദോഷമോ? ഒന്ന് വിശദീകരിക്കാമോ? നമസ്കാരം. നമ്മുടെ വീട്ടിൽ, അതായത് ഭവനത്തിൽ വവ്വാൽ കൂടുകൂട്ടിയാൽ വീടിനുള്ളിലും വീടിൻ്റെ പുറത്തെ സൈഡിലുമൊക്കെ വവ്വാൽ കൂടുകൂട്ടിയാൽ വീടിന് അത് വലിയ ദോഷം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ വീടിനുള്ളിൽ ചിലന്തി കൂടുകൂട്ടുന്നതും ദോഷം തന്നെ. വീടിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും എന്നാണ് പറയുന്നത് വവ്വാൽ കൂടുകൂട്ടിയാൽ. വീട്ടിൽ കുടുംബകലഹം, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ, കടബാധ്യത, ഇതൊക്കെ വീട്ടിലുള്ളവർക്ക് അനുഭവപ്പെടും. വവ്വാലിനെ ഒരു കാരണവശാലും വീടിനുള്ളിൽ കൂടുകൂട്ടാനോ വീടിൻ്റെ സൈഡിൽ കൂടുകൂട്ടാനോ അനുവദിക്കുവാൻ പാടില്ല. അതുപോലെ ചിലന്തി വല ഉണ്ടെങ്കിൽ അതെല്ലാം എല്ലാ ദിവസവും തുടച്ചു മാറ്റേണ്ടതാണ്. വീടും പരിസരവും ശുദ്ധിയായും വൃത്തിയായും സൂക്ഷിക്കേണ്ടത് വീട്ടിലുള്ളവരുടെ കടമയാണ്. കാരണം വീടിന് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാൻ വീടും പരിസരവും വൃത്തിയായും ശുദ്ധിയായും സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വീടിനുള്ളിൽ ഉപ്പൻ പക്ഷി കടന്നു വരുന്ന വീട്ടിൽ സകല ഐശ്വര്യങ്ങൾ കൊണ്ടുവരും. അതുപോലെ പശു, മറ്റ് ആരുടെയെങ്കിലും പശു വീടിൻ്റെ മുറ്റത്തേക്ക് കടന്നു വരുന്നതൊക്കെ വീടിന് ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും. അപ്പോൾ വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുവാൻ, വീട്ടിലെ നെഗറ്റീവ് എനർജി വീട്ടിൽ നിന്നും തുടച്ചു നീക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെ വെളുപ്പിന് തന്നെ എല്ലാവരും എഴുന്നേൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെ എഴുന്നേറ്റ് കുറേ ദൂരം, 1 കിലോമീറ്ററെങ്കിലും നടക്കുന്നത് എല്ലാ വ്യക്തികൾക്കും ഗുണപ്രദമാണ്. അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഒരു നന്മയെങ്കിലും എല്ലാ ദിവസവും ചെയ്യുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കൊക്കെ ഒരു നന്മയെങ്കിലും ചെയ്തിടുകയില്ലെങ്കിലോ അന്നൻ മനം ദുഃഖത്തിലാണ് എന്ന ശ്ലോകം എല്ലാവരും എല്ലാ ദിവസവും ഓർക്കുന്നത് നന്നായിരിക്കും. തന്നാൽ കഴിയുന്ന നന്മ അർഹിക്കുന്ന പാവങ്ങൾക്കൊക്കെ ചെയ്ത് കൂടുതൽ ആളുകൾക്ക് എല്ലാ വർഷവും അന്നദാനവും, അർഹിക്കുന്ന പാവങ്ങൾക്ക് അന്നദാനമൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നത് ആയുസ്സും ആരോഗ്യവും ലഭ്യമാകുവാൻ വളരെ ഗുണപ്രദമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സമയം വരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്തേ.